പ്രകടന പത്രിക നമുക്കെല്ലാവർക്കും പരിചിതമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഒരു പ്രകടന പത്രിക തയ്യാറാക്കുകയും അത് നടപ്പാക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പറാണ് എൻ്റെ കൂടെയുള്ളത്. ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് മെമ്പർ വിജു രാധാകൃഷ്ണൻ. വാർഡ് എങ്ങനെ 2031 എങ്ങനെയാകണമെന്നുള്ള പ്രകടന പത്രികയാണ് വിജു രാധാകൃഷ്ണൻ പ്രസിദ്ധീകരിച്ചത്. അതിപ്പോൾ ഓരോന്നായി നടപ്പാക്കുകയാണ്. വിജയേട്ടാ, സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ പ്രകടന പത്രിക കണ്ടു, അത് നടപ്പാക്കുന്നത് കണ്ടു. ഇപ്പോൾ ഒരു വാർഡിൽ തന്നെ വിഷൻ 2031 എന്ന് പ്രഖ്യാപിക്കുന്നു, ഓരോന്നായി നടപ്പാക്കുന്നു. എന്തൊക്കെയാണ് വിഷൻ 2031 ഇപ്പോൾ നടപ്പാക്കി തുടങ്ങിയത്? ആദ്യം വിഷൻ 2031 എന്ന് പറയുന്ന പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ ജനങ്ങളുടെ മുൻപാകെ ചെന്നത്. അത് അനുസരിച്ചുള്ള ഓരോ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആദ്യം ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദഗ്ധരായ ആളുകളുടെ യോഗം വാർഡിൽ വിളിച്ചു ചേർത്തിരുന്നു. അതിനുശേഷം ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ വിഷൻ 2031 പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കുട്ടികൾ, വിദ്യാർത്ഥികൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലുണ്ടാകുമെന്നുള്ളത്. അതിൻ്റെ ഭാഗമായി സ്റ്റുഡൻസ് ക്ലബ്ബ് രൂപീകരിച്ച് ഇടപെടും എന്ന നിലയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ഏതാണ്ട് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഏഴംകുളം സ്റ്റുഡൻസ് ക്ലബ്ബ് എന്ന നിലയിലേക്ക് സ്റ്റുഡൻസ് ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് ഈ വെക്കേഷൻ കാലയളവിൽ അവരുടെ കലാപരമായും കായികപരമായും കഴിവുകളെ പ്രകടിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികളായി ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ മറ്റൊരു കാര്യങ്ങളൊന്നാണ് കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് ആയോധന കലകൾ പഠിപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന നിലയിലേക്ക് ഇപ്പോൾ കളരിപ്പയറ്റ് പഠിക്കാൻ താല്പര്യമുള്ള 10 മുതൽ 19 വയസ്സിനിടെ പ്രായമുള്ള പെൺകുട്ടികൾക്കായുള്ള അതിൻ്റെ രജിസ്ട്രേഷൻ വാർഡിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞാലുടൻ നമ്മൾ അവർക്ക് ആവശ്യമായ പരിശീലനം വാർഡിൽ നടപ്പാക്കുന്ന നിലയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ മാസം 25-ാം തീയതി വാർഡിൽ ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് ഗ്രാമോത്സവം എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. 25-ാം തീയതിയിലെ ചിത്രരചന ക്യാമ്പിന് ശേഷം വിവിധ തലങ്ങളിലുള്ള മത്സരങ്ങൾ, കലാപരമായും കായികപരമായും ഉള്ള മത്സരങ്ങൾ നടത്തിക്കൊണ്ടാണ് സ്റ്റുഡൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്ത് ആരംഭിക്കുമ്പോൾ തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് മുൻപായിട്ടുള്ള ആരോഗ്യ സർവേ പ്രവർത്തനം ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഫോറമെല്ലാം ഇതിനോടകം തന്നെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. വാർഡിൽ ഇനി വോളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ വീടുകൾ കയറി ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള പരിശോധന നടത്തി തയ്യാറാക്കി അതിനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു മാതൃക തന്നെയാണ് നമ്മളിവിടെ പിന്തുടരുന്നത്. എല്ലാ വർഷവും പ്രകടന പത്രിക പുറത്തിറക്കും എന്ന നിലയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കും. ഈ വരുന്ന ഓരോ വർഷവും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി തന്നെ എന്തൊക്കെ നടപ്പാക്കി എന്നതിനെ സംബന്ധിച്ചോളം പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകടനത്തിലല്ല പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ 5 വർഷക്കാലവും പുറത്തിറക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനമാണ് നമ്മളിപ്പോൾ വിഭാവന ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പ്രകടനത്തിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ഓരോരോ കാര്യങ്ങൾ നടപ്പാക്കുന്ന നിലയിലേക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന പഞ്ചായത്തിൻ്റെയും സംസ്ഥാന തനത് ഫണ്ടുകൾക്ക് പുറമെ NGOകളെയും മറ്റ് CSR ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടല്ലേ? അതെ, ഞങ്ങൾ ഈ പ്രാവശ്യത്തെ വിഷൻ 2031 പറയുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ വാർഡിലെ നിർധനരായ രോഗികൾക്ക് CSR ഫണ്ട് ലഭ്യമാക്കി അവർ കഴിക്കുന്ന മരുന്നുകൾ സൗജന്യമായി നൽകുന്ന ഒരു നൂതന പദ്ധതി വാർഡിൽ നടപ്പാക്കും എന്ന നിലയിലേക്കാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടിനപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളും നടപ്പാക്കുക എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുടുംബശ്രീയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതോടൊപ്പം തന്നെ വാർഡിൽ ഞങ്ങളൊരു വനിതാ ജിംനേഷ്യം ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ തന്നെ ഞങ്ങൾ വാർഡിലൊരു 12.25 സെൻറ്റ് റവന്യൂ പുറമ്പോക്ക് ഭൂമി കുടുംബശ്രീയുടെ ഇത്തരം സംരംഭങ്ങൾക്ക് ലഭ്യമാക്കി തരണമെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലഭ്യമാകുന്ന മുറയ്ക്ക് അവിടെ സ്വന്തമായി കെട്ടിടവും സൗകര്യം ഒരുക്കുന്നതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറോടും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോടുമൊക്കെ ജിംനേഷ്യത്തിനാവശ്യമായ യന്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള ഫണ്ട് ലഭ്യമാക്കി തരണം എന്ന നിലയിലേക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രാമീണ മേഖലയാണെങ്കിൽ പോലും അവിടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനമാണ്. പ്രത്യേകിച്ച് കേരളപ്പിറവിയുടെ 75-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ വാർഡ് ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി പുതിയ ഒരു വാർഡാക്കി മാറ്റുക എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അതേ ആശയം തന്നെയാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ
നമ്മൾ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചത്. അതിന് കിട്ടിയ അംഗീകാരമാണ്, പ്രകടനപത്രികയ്ക്ക് കിട്ടിയ അംഗീകാരമാണ് എൻ്റെ വിജയം എന്ന നിലയിൽ തന്നെയാണ് ഞാനത് കണ്ട് ഓരോന്നായി നടപ്പാക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വിജയരാഘകൃഷ്ണൻ സ്വപ്ന പദ്ധതികളെല്ലാം നടപ്പാക്കുകയാണ്. 2031 തൻ്റെ വാർഡ് എങ്ങനെയാകണമെന്ന് ലക്ഷ്യം വെക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം, സംസ്ഥാന സർക്കാർ ചെയ്തതുപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് തൻ്റെ വാർഡിലുള്ള ജനങ്ങൾക്ക് ഓരോ വർഷവും സമ്മാനിക്കുമെന്ന് കൂടിയാണ് വാഗ്ദാനം. അതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ശ്രദ്ധിക്കുമ്പോൾ സ്ത്രീ മുന്നേറ്റത്തിന് ഒരുപാട് പദ്ധതികൾ, വിദ്യാർത്ഥികളെ ചേർത്ത് വെക്കുന്ന സ്റ്റുഡൻസ് ക്ലബ്ബ് ഉൾപ്പെടെയുള്ളവയാണ്. എന്തായാലും വിജയരാഘകൃഷ്ണ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. കാരണം ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഇപ്പോഴിതാ നടപ്പാക്കുക കൂടെ ചെയ്യുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജിറ്റ് ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.